പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2730 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസും എല്ലാം തരും. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല, ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പ്രിൻ്റർ ഓഫ് ചെയ്യുന്ന പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്നതാണ് പ്രിൻ്ററിൻ്റെ ഫ്രണ്ട് പാനൽ ബട്ടൺസ് വരുന്നത്. ഇവിടെ ആദ്യം കാണുന്നത് പവർ ബട്ടൺ ഓൺ ഓഫും ചെയ്യാനുള്ള ബട്ടനാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ കാണുന്നത് പ്രിൻ്റർ പേപ്പർ കൺഫർമേഷൻ ആണ്. ഏത് സൈസ് പേപ്പർ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളർ എന്നുണ്ടല്ലേ, അത് ഫോട്ടോസ്റ്റാറ്റ് ബട്ടനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് വേണോ കളർ ഫോട്ടോസ്റ്റാറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻ്റ് ചെയ്യുന്നതിൽ നമുക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ സ്കാനോ ചെയ്യുന്നതിൽ നമുക്ക് ക്യാൻസൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ താഴെ കാണുന്നത് വാണിംഗ് മെസ്സേജ് ആണ്. പ്രിൻ്റർ റിലേറ്റഡ് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇവിടെ വാണിംഗ് മെസ്സേജ് ഓൺ ആവുന്നതാണ്. ആ സമയത്താണ് നമുക്ക് പ്രിൻ്ററിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത് പ്രിൻ്ററിൻ്റെ പിറകുവശത്ത് ലെഫ്റ്റ് സൈഡിലാണ്. പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലാണ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. കനോണിൻ്റെ G2730 എന്ന ഈ മോഡൽ പ്രിൻ്റർ മാക്സിമം A4 സൈസ് വരെയാണ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ പേപ്പർ വെക്കുന്നത് നമ്മൾ ഈ പിറകുവശത്തുള്ള ഈ ട്രയലാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ചെയ്ത് വെക്കുക. അതിലേക്ക് നമുക്ക് പ്രാണികളോ അല്ലെങ്കിൽ എലി പാനൻ്റെ ടോപ്പ് അങ്ങനത്തെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറ് വന്നിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ബ്ലൂ ലിവർ ഫ്രീ ആക്കി വെച്ചതിന് ശേഷം പേപ്പർ വെക്കുക. എന്നിട്ട് കറക്റ്റ് ജസ്റ്റ് ആ പേപ്പറിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കഴിയുന്നതും ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് A4 ആണെങ്കിൽ A4 എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഫ്ലാഷിങ് നിൽക്കുന്നതാണ്. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ സോഴ്സ് അല്ലെങ്കിൽ പേപ്പർ സൈസ് ഏതൊക്കെ വേണ്ടത് എന്നുള്ള സെറ്റിങ്സിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ പ്ലെയിൻ പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈസ് പേപ്പർ സൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മീഡിയ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രമേ അതിൻ്റേതായ ക്വാളിറ്റിയിൽ അത് പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. പ്ലെയിൻ പേപ്പറിൽ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോട്ടോ പേപ്പേഴ്സ് എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾ പ്രിൻ്ററിൽ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഫോട്ടോ പേപ്പർ ഗ്ലോസി പ്ലസ് സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന അതർ പേപ്പേഴ്സിൽ പോയിട്ട് ഹൈ റെസൊല്യൂഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. നോർമൽ കേസിൽ നിങ്ങൾ ഗ്ലോസി പേപ്പർ വെച്ചുകൊണ്ട് പ്ലെയിൻ പേപ്പറിൻ്റെ സെറ്റിങ്സിലാണ് പ്രിൻറ്റ് ചെയ്തതെന്നെങ്കിൽ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങളെ ഇങ്കും പേപ്പറും വേസ്റ്റായി പോകുന്നതാണ്. ഇനി ഇതിൻ്റെ ഹെഡ് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെഡ് ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് നിങ്ങളൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്തെങ്കിലും എറർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റുന്ന ഹെഡ് മാത്രമായില്ല, കൂടെ ബോർഡും ഷോർട്ട് ആവുന്നതാണ്. അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഹെഡ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ. സ്കാനർ മോഡിൽ നമുക്ക് ഇതേപോലെ 45 ആംഗിളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ഹെഡാണ് ഇതിന് വരുന്നത്. കളറിൻ്റെ ഒരു ഹെഡും ബ്ലാക്കിൻ്റെ ഒരു ഹെഡാണ് വരുന്നത്. ഇത് പുതിയ പ്രിൻ്ററിലുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്യൂബും ടാങ്കും എല്ലാം കാലിയായിരിക്കുന്നത്. നോർമൽ കേസിൽ ഇതിലെല്ലാം ഇങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇത് നിങ്ങളെ റിസ്ക്കിലാണ് ഇത് ചെയ്യേണ്ടത്. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് ഹെഡ് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ആദ്യം ഈ കാണുന്ന ഓറഞ്ച് സ്റ്റിക്കേഴ്സ് എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. 2 സ്റ്റിക്കറാണ് വരുന്നത്. ആ 2 സ്റ്റിക്കർ ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കാരേജിൽ കാണാൻ സാധിക്കും. B എന്ന് മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ B എന്നുള്ള സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഹെഡ് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് C ആണ്. C എന്ന കളറിൻ്റെ ഒരു ഹെഡാണ് ഈ വരുന്നത്. അതിലും നിങ്ങൾ ഈ ഓറഞ്ച് സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത പോലെ തന്നെ ഇതും അതേപോലെ ആ സ്ലോട്ടിലേക്ക് C ഏരിയ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അത് ഫുള്ളി ലോക്ക് ആവുകയുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ കഴിയുന്നതും ചെയ്യിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ സ്വയം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസ്ക്കുകൾ നിങ്ങൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതേപോലെ പ്രിൻറ്റിങ് കാര്യങ്ങളൊന്നും നടക്കില്ല, ജസ്റ്റ് എറർ മെസ്സേജ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇനി ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്, ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. ഇങ്ക് ലെവൽ എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ടിൻ്റെ ആ ലെവൽ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം, ഒരിക്കലും അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സ്കാനർ മോഡിൽ ഇതേപോലെ ഒരു 45 ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വെക്കണം. ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്കിൻ്റെ ടാങ്കും കളറിൻ്റെ 3 ടാങ്ക് വരുന്നത്. റൈറ്റ് സൈഡിലാണ് സിയാനോ, മജന്ത, യെല്ലോ. ഇതാണ് CMYയുടെ ഫുൾ ഫോം വരുന്നത്. ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിളാണ്. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. പ്രിൻ്ററിൻ്റെ കൂടെ ഇതേപോലെ ഇനീഷ്യലി ചെറിയ ബോട്ടിലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ടൈം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ ബോട്ടിൻ്റെ വലിപ്പം കഴിയില്ല, ആ ഒരു ലെവലിലായിരിക്കും നെക്സ്റ്റ് ടൈം ഇങ്കുകളെല്ലാം വാങ്ങാൻ സാധിക്കുക. അപ്പോൾ ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. നേരെ ബ്ലാക്ക് ടാങ്ക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് ആ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി, ഉണ്ടല്ല. അതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിലേക്ക് വെച്ചെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഇവിടെ ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ക് ഫില്ലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടാങ്കിൽ ഏകദേശം പകുതി മുക്കാലുണ്ട്. ഇതൊരു പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് ഇതേപോലെ ഹാഫായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്ക് മുഴുവനായിട്ട് ഉണ്ടാവുന്നതാണ്. ഒരിക്കലും ഓവർഫ്ലോ ആവുകയോ അങ്ങനത്തെ യാതൊരു പേടിയും വേണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെ സിയാനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ ബോട്ടിലെടുത്ത് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു മോഡൽ പ്രിൻ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അറിയാതെ നമുക്ക് ഇങ്കിൻ്റെ കോഡ് വേറെ ടാങ്കിലേക്ക് ഒഴിക്കാൻ സാധിക്കില്ല. സപ്പോസ് നിങ്ങൾ ബ്ലാക്ക് ബോട്ടിൽ എടുത്താണ്ട് ഒരിക്കലും സിയാനിൽ കൊടുന്നാണ് നിങ്ങൾക്ക് സിയാൻ്റെ ടാങ്കിൽ കൊടുന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. ഓരോരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണുള്ളത്. ആ ലോക്ക് നിൽക്കുന്ന ബോട്ടിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മജന്തയാണ് വരുന്നത്. മജന്തൻ്റെ ബോട്ടിൽ എടുത്താണ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് ആ ടാങ്കിൻ്റെ ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന നമുക്ക് ലെവൽ കാണാൻ സാധിക്കും. ആ ഒരു ലെവൽ എത്തുമ്പോഴാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഒരിക്കലും കളർ ടാങ്ക് ഒരിക്കലും എംപ്റ്റി ആക്കി വെക്കരുത്. എപ്പോഴും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് 4 ടാങ്കും മിനിമം ലെവലിൻ്റെ മുകളിൽ ഇങ്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ യെല്ലോ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ ബോട്ടിൽ ടാങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഇങ്ക് ബോട്ടിൽ വാങ്ങുക, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്, വില കുറഞ്ഞ ഇങ്ക് ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറൻറ്റി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളെ പ്രിൻ്റ് ഹെഡിന് കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നതാണ്, പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ മാറിപ്പോകുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ പ്രിൻ്ററിൽ എങ്ങനെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാമെന്നുള്ളതാണ്. അതിനാണ് നമുക്ക് ഈ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്യുക. ഇതാണ് സ്കാനർ മൊഡ്യൂൾ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോർണറിലേക്കാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്, കാരണം അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പ്രിൻറ്റ് ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻ്റാണിത്. അത് ഞാൻ നേരെ തിരിച്ച് ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും ആ വൈറ്റ് കളർമ ടച്ച് ചെയ്യാൻ പാടില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി 2 ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ആൻഡ് കളർ. ബ്ലാക്ക് ഒന്നും മെൻഷൻ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, കളർ എന്ന് ഉദ്ദേശിക്കുന്നത് കളർ ഫോട്ടോസ്റ്റാറ്റാണ്. ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതിൽ കൂടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ആ സ്കാനർ മൊഡ്യൂളിൽ വെച്ചത് കളർ ഡോക്യുമെൻ്റ് ആണ്. ഞാനിവിടെ ബട്ടൺ പ്രസ് ചെയ്തത് ബ്ലാക്ക് എന്നുള്ള ബട്ടനാണ് പ്രസ് ചെയ്തത്. അപ്പോൾ അത് ബ്ലാക്കിലാണ് വരുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഒറിജിനൽ കോപ്പി, ഇത് ഫോട്ടോ കോപ്പിയാണ് വരുന്നത്, കണ്ടില്ലേ. ഇനി ഈ മോഡൽ പ്രിൻ്ററിൽ തന്നെ നിങ്ങൾക്ക് ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ് പോലത്തതെല്ലാം 2 സൈഡും സിംഗിൾ പേജിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരാമെന്നുള്ളത് അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് ഞാനൊരു സാമ്പിൾ ഒരു ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, എൻ്റെ ഒരു ചെറിയൊരു ID കാർഡാണ് സാമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഫ്രണ്ട് പേജ് നിങ്ങൾ ഈ ഒരു കോർണറിലേക്ക്, നമുക്കവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും, ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടണം. എന്നിട്ട് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കളറാണോ ബ്ലാക്ക് ആണോ ഏതാണോ വേണ്ടത് ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സ്കാനിങ് നടന്നുകൊണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രിൻറ്റ് ചെയ്ത് വന്ന പേപ്പർ അതേപോലെ തന്നെ ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ നിങ്ങളെ പേപ്പർ പിക്കപ്പ് ട്രേയിലേക്ക് വെക്കുക. അതിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്.
അതിനുശേഷം നമ്മൾ ഈ ഡോക്യുമെൻറ്റ് നമ്മൾ ഇത്രയും ഭാഗമാണ് ഇവിടെ സ്കാൻ ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പകുതിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറം വന്നാണ്ട് അതിൻ്റെ പിറകു വശം വെക്കുക. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക, ഏതാണോ വേണ്ടത് ആ ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ ബ്ലാക്കാണ് കൊടുത്തത്, ഇപ്പോൾ ഞാൻ സാമ്പിളിന് ജസ്റ്റ് കളർ ബട്ടനാണ് പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. കളർ ഫോട്ടോ കോപ്പി ആകുമ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ടാവും. യെസ്, പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾക്ക് ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ് പോലത്തെ 2 സൈഡും ഫോട്ടോ കോപ്പി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മോഡൽ പ്രിൻ്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്തു. സ്കാനർ മൊഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു കോർണറിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. അവിടെ നമ്മൾ സൈസ് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് സൈഡിലൊന്നും ഇത് വെക്കാൻ പാടില്ല, അത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കട്ടായി പോകുന്നതാണ്. സ്കാനിങ്ങിന് നമ്മൾ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും ഇൻസ്റ്റാൾ ചെയ്യും. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതും അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. നമുക്കിവിടെ വിൻഡോ കീ പ്രസ് ചെയ്ത് ഇവിടെ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കനോൺ യൂട്ടിലിറ്റീസിലുണ്ടാവും കനോൺ IGS സ്കാൻ യൂട്ടിലിറ്റി പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് സ്കാനറിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഫീച്ചേഴ്സ് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഷോർട്ട് കട്ടായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആകെ സ്കാൻ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ആകെ 2 കാര്യങ്ങൾ ആവശ്യമുള്ളൂ. ഒന്ന് ഡോക്യുമെൻറ്റ് ആൻഡ് ഫോട്ടോ. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ അതിൻ്റെ താഴെ OCR ഉണ്ട്, അതേപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ക്രോപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്കാൻ ഗിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ PDF എഡിറ്റർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. മെയിനായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡോക്യുമെൻറ്റ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ നമുക്കിവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവുന്നതാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. കണ്ടില്ലേ? അവിടെ നിങ്ങൾ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ആ സിംഗിൾ പേജായിട്ട് അത് ഫയലായിട്ട് സേവ് ആവുന്നതാണ്. കണ്ടില്ല, ഇതാണ് നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ്. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരത്തെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആയി ഒരു മെസ്സേജ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് എക്സിറ്റ് ആവും, സേവ് ആവുന്നതാണ്. പിന്നെ ഈ സ്കാൻ എന്നാണ് കൊടുത്തത്, വീണ്ടും ഈ സ്കാൻ ആണ് കൊടുത്തത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി പേജസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിൽ കുറേ ഫയലുകളുണ്ട്. അത് ഒറ്റ PDF ഫയലായിട്ട് അതിൻ്റെ അകത്ത് 1, 2, 3 അങ്ങനെ 1 by പേജായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കാനർ ഗ്ലാസ്സിൽ നമ്മൾ ഡോക്യുമെൻറ്റ് മാറ്റി വെക്കണം. ആ സ്കാനിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ചോദിക്കും. നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞിട്ട് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. മൾട്ടി പേജായിട്ട് ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ പേജായിട്ട് ആ ഫയൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയി വരട്ടെ. യെസ്, കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ 2 പേജായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2 തവണ സ്കാൻ കൊടുത്തതുകൊണ്ടാണ്. ഇതൊറ്റ PDF ഫയലിൻ്റെ ഉള്ളിലാണ് ഈ 2 പേജ് വന്നിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് സ്കാനിങ്ങിൽ തന്നെ ഈ ഒരു പേജിൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളൂ, അതായത് ക്രോപ്പ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും താഴെ ഭാഗത്ത് രണ്ടാമതായിട്ട് കാണുന്ന സ്കാൻ ഗിയർ എന്നുള്ള ടൂൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ സ്കാൻ ഗിയർ എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫയൽ ഓപ്പണായി വരുന്നതാണ്. അതായത് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഫയലിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാൻ ഗിയർ എന്നുള്ള ടൂൾ മെയിൻലി യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തൊരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. യെസ്, വന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ ഏതാ വേണ്ടത്, ഫോട്ടോ ആണോ വേണ്ടത്, ഡോക്യുമെൻ്റ് മോഡാണോ വേണ്ടത് എന്നുള്ളതാണ്. ഏത് സോഴ്സാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് നിങ്ങൾ പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ജസ്റ്റ് ഇതിന് സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മൾ വെച്ച ഡോക്യുമെൻ്റാണ് അത്. ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച ഡോക്യുമെൻ്റാണ്. ഇതിൽ നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ സ്കാൻ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് നടന്നുകൊണ്ട് ആ ഒരു സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാൻ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കാൻ ഗിയർ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി തന്നെ ഇതിൽ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പണ്ടൊക്കെ പറഞ്ഞാൽ വേറെ ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഈ ഒരു മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾക്കത് കമ്പനി തന്നെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു മെത്തേഡ്. നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതവിടെ സേവ് ആയിട്ടുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കാൻ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സ്കാനിങ്ങിൻ്റെ ടൂൾ അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് OCR കാലത്ത് പോലത്തതൊക്കെ വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അത്ര കോമൺ ആയിട്ട് വരുന്നതല്ല അത്. നമുക്ക് ആദ്യം മെയിൻലി വേണ്ടത് ഈ ഡോക്യുമെൻറ്റ് അതേപോലെ സ്കാൻ ഗിയർ എന്നാണ് വേണ്ടത്. ഇനി ചില ആളുകൾക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് ഈ സെറ്റിങ്സ് കാണുന്നത്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓട്ടോ സ്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും. ഓട്ടോ എന്നുള്ളതിൻ്റെ സെറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ അതേപോലെ ഡോക്യുമെൻറ്റ് സ്കാൻ പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ സെറ്റിങ്സ് ആണ് വരുന്നത്. ഫോട്ടോ സ്കാൻ പറഞ്ഞാൽ ഫോട്ടോൻ്റെ സെറ്റിങ്സ് ആണ് വരുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സ്കാൻ ഗിയറിൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും സ്കാൻ ഗിയർ എന്നുള്ളത്. അത് സെലക്ട് ചെയ്യണം. ഓരോന്നിനും ഓരോരോ സെറ്റിങ്സ് ആണ്. അപ്പോൾ അത് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ റൈറ്റ് സൈഡിൽ നിങ്ങൾ പിന്നെ ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്യുമെൻറ്റ് സ്കാൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമുക്ക് സോഴ്സ് ടൈപ്പ് എങ്ങനെയാണ് വേണ്ടതെന്നാണ്. ഡോക്യുമെൻ്റ് ആയിട്ടോ മാഗസിൻ ആയിട്ടോ എങ്ങനെയാണ് വേണ്ടതെന്നാണ്. അതേപോലെ കളർ മോഡ് ഏതാ വേണ്ടത്, കളറായിട്ടാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ ഗ്രേ സ്കെയിലാണോ വേണ്ടതെന്നാണ്. അതുപോലെ സൈസ് A4-ലാണോ, ഇവിടെ ഈ കാണുന്ന സൈസ് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ, ഇതാണ് ചില ആളുകൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം റെസൊല്യൂഷൻ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്നത് ഏത് പേരിൽ വേണം. ഇപ്പോൾ സാധാരണ നോർമൽ ഈ IMG എന്ന് തുടങ്ങുന്ന പേരിലായിരിക്കും ഉണ്ടാവുക. അത് മാറ്റണമെന്ന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ സേവ് ചെയ്യുന്ന ഫയൽ ലൊക്കേഷന് അത് നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് ഫോർമാറ്റാണ് വേണ്ടത്, സേവ് ചെയ്യുന്ന ഫയലിൻ്റെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ്. PDF ആണോ JPEG ആണോ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ നോർമൽ കേസിൽ ഇതിൻ്റെ കംപ്രഷൻ എത്ര വേണം. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്കാൻ സെറ്റിങ്സ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്താൽ അത് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സ്കാനിങ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് പ്രിൻറ്റിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് ഒരു ടെസ്റ്റായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഞാൻ കീബോർഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തൊരു ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നോർമൽ കേസിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കീ ആയിട്ട് Ctrl+P കീബോർഡിൽ Ctrl+P എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ ഇവിടെ എവിടെയെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കുക. നോർമൽ കേസിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അതിലെന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് കൊടുത്തു, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കൂടെ കാണാൻ സാധിക്കും. ഇനി പ്രോപ്പർട്ടീസ് പോയി ഒന്നുകൂടി നമ്മൾ Ctrl+P അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഈ ബോക്സ് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ പ്രിൻ്ററിൻ്റെ പേരിന് നേരെ. ആ പ്രോപ്പർട്ടീസ് എടുക്കുക. ഈ പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ മെയിൻ പ്രിൻറ്റിങ് സെറ്റിങ്സ് വരുന്നത്. ഈ ഒരു ബോക്സിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഓപ്ഷനാണുള്ളത്, സ്റ്റാൻഡേർഡ് ആൻഡ് ഫോട്ടോ പ്രിൻറ്റിങ്. സ്റ്റാൻഡേർഡ് ആണ് നോർമൽ പേപ്പർ, നമ്മൾ സാധാ പ്ലെയിൻ പേപ്പറിൽ ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നു.
ഫോട്ടോ പ്രിൻറ്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അതേപോലെ നമ്മൾ ഗ്ലോസി പേപ്പറാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ പ്രിൻറ്റിങ് എന്നുള്ള മോഡ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ മാറ്റി ഇരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരികയുള്ളൂ. പിന്നെ നേരെ താഴെ കാണുന്നത് പേപ്പർ സൈസ്, ഏത് സൈസ് പേപ്പറാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നാണ്. A4 ആണെങ്കിൽ A4 സെലക്ട് ചെയ്യാം, ഇനി A5 ആണെങ്കിൽ അതിൽ A5 സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നേരെ താഴെ കാണുന്നത് മീഡിയ ടൈപ്പ്, അതായത് നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് നമ്മൾ പ്രിൻ്ററിൽ പിക്കപ്പ് ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റേതായ രീതിയിൽ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. നിങ്ങൾ സ്റ്റുഡിയോ പേപ്പറാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ ഈ ഫോട്ടോ പേപ്പർ സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്ന ഓപ്ഷനില്ല, അതോ സെലക്ട് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ഇതിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. അല്ലെങ്കിൽ ലോ ക്വാളിറ്റിയിലായിരിക്കും, സാധാ ഡോക്യുമെൻ്റ് മോഡലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്നത് ക്വാളിറ്റി, ഏത് ക്വാളിറ്റിയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. സ്റ്റാൻഡേർഡ്, എക്കണോമി, ഹൈ എൻഡ്. എക്കണോമി പറഞ്ഞാൽ ലോ ഇങ്കിൽ മാക്സിമം പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന രീതിയിൽ ഫാസ്റ്റ് ആയിരിക്കും പ്രിൻറ്റിങ്, പക്ഷേ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഹൈ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രിൻ്ററിന് എത്രത്തോളം മാക്സിമം ക്വാളിറ്റി കൊടുക്കാൻ കഴിയുമോ ആ ഒരു മാക്സിമം ക്വാളിറ്റിയിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. വളരെ സ്ലോ ആയിരിക്കും പ്രിൻറ്റിങ്, അതേപോലെ പെട്ടെന്ന് തന്നെ ഇങ്ക് കഴിയാനും സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഹൈ എന്നുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏത് വേണമെന്നുള്ളത് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷന്. അപ്പോൾ സ്റ്റാൻഡേർഡ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യാറ്. ഇനി ഫോട്ടോ പേപ്പർ ആവുന്ന സമയത്ത് മാത്രമേ അവിടെ ഹൈ ക്വാളിറ്റിയിലെ ആളുകൾ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് കൂടെ ഉണ്ട്, അതേപോലെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേജ് ലേഔട്ട്, അതേപോലെ 1 സൈഡ് 2 സൈഡ് എന്ന ഓപ്ഷനൊക്കെ. 2 സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ പ്രിൻ്ററിൽ 2 സൈഡ് ഇൻബിൽട്ടായിട്ട് വരുന്നില്ല, അത് ഓപ്ഷണലാണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ 2 സൈഡ് പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. അതായത് ഇത് പേജ് ലേഔട്ട് പറഞ്ഞാൽ നമുക്കൊരു പേജിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടില്ല 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ അവിടെ മാനുവൽ എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രിൻ്റർ നിങ്ങൾക്ക് അറിയാം ഡ്യൂപ്ലെക്സ് ഓപ്ഷനുള്ള പ്രിൻ്ററല്ല, മാനുവലായിട്ട് നമ്മൾ ഡ്യൂപ്ലെക്സ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇത് ഈ ലോങ് എഡ്ജ് ഷോർട്ട് എഡ്ജ് എന്ന് ഈ ഡ്യൂപ്ലെക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്റർ ഓഫ് ചെയ്യുന്നത്, പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. അതേപോലെ നിങ്ങൾ പുതിയ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.